തലേദിവസം അരിയൊന്നും അരച്ച് വെക്കാതെ സൈഡൊക്കെ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് മുരുമുരാന്നുള്ള ഒരപ്പം ഉണ്ടാക്കാം നമുക്ക്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മൊത്തം 2 കപ്പ് വെള്ളമാണ് മാവ് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി 1 മണിക്കൂർ സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ചൂടുവെള്ളത്തിനകത്തിൽ ഇറക്കി വെച്ചിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിനകത്തിലേക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് 1 മണിക്കൂർ സമയം വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് എടുത്തതാണ്. എല്ലാം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് എണ്ണ പുരട്ടിയിട്ട് ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ നല്ല മൊരുമരാന്നുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പത്തിന് തലേദിവസം മാവ് അരച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് രാവിലെ ആണെങ്കിലും ഇതുപോലെ റവ വെച്ചിട്ട് നമ്മുടെ പാലപ്പത്തിൻ്റെ അതേ രുചിയിൽ അപ്പം തയ്യാറാക്കിയെടുക്കാം.